തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. വനമന്ത്രി എ.കെ. ശശീന്ദ്രനും റവന്യൂ മന്ത്രി കെ. രാജനും ഇപ്പോൾ പാർക്കിലെത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാർ തൃശൂരിൽ നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്. രണ്ട് മന്ത്രിമാരും റവന്യൂ മന്ത്രി കെ. രാജൻ, അതുപോലെ വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ, സുപരിചിത മുഖങ്ങളാണ്. ഒരു സ്വപ്ന സാക്ഷാത്കാരം അല്ലേ രാജേട്ടാ? ഉറപ്പായിട്ടും ഒരു മനസ്സിലൊരു തിരയിളക്കാണ്. 10 വർഷക്കാലം ഈ കശുമാവിൻ്റെയും അതുപോലെ തന്നെ മുളയുടെയും ഒക്കെ നടുവിലൂടെ നടന്ന് 2 ഭീകരമായിട്ടുള്ള പ്രളയങ്ങൾ, ഒരു കോവിഡ്, അതിനെല്ലാം അതിജീവിച്ച് നടത്തിയൊരു യാത്രയുടെ സഫലീകരണമാണ്. ഇന്ന് പത്രമാധ്യമങ്ങളൊക്കെ പോയപ്പോൾ നേരിട്ട് കണ്ടു പുലിയെ, കടുവയെ, സിംഹത്തെ, മാനുകളെ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവജാലം. എത്ര ജീവികളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്? 357 ജീവികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഓരോ ദിവസവും വരികയാണ്. ഹിപ്പോന്റെ വരവ് ഇന്നാണ്. ഇനി ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു, കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഫോറസ്റ്റ് തന്നെ പിടിക്കുന്ന നല്ല ക്രൗര സ്വഭാവമുള്ള മൃഗങ്ങളെ ഒരു പ്രശ്നമില്ല. ഇവിടെ വന്നാൽ ക്വാറന്റൈൻ സെന്ററിൽ 6 മാസം, അത് കഴിഞ്ഞാൽ നേരെ കൂട്ടിലേക്ക്. കൂട് തുറന്നുകൂടാണ്, അതിലും പേടിക്കേണ്ട. നല്ല ആഴത്തിലുള്ള ഗർത്തം, പിന്നെ നല്ല വളരെ മനോഹരമായിട്ടുള്ള ഫെൻസിങ്, അതിലെല്ലാ സുരക്ഷാ സംവിധാനങ്ങളും കൂടി. ഒരു പേടിയും പേടിക്കേണ്ട. മാത്രമല്ല, ഇതിപ്പോൾ തീരുന്നൊരു പ്രോജക്റ്റ് അല്ല. എത്ര കാലം ഇത് പോകുന്നുവോ അന്നെല്ലാം ഇത് നവീകരിക്കപ്പെടും. ഓരോ ദിവസവും പുത്തനാശയങ്ങൾ വരും. നവീകരണത്തിന്റെ പുതുഭാഷയുണ്ട്. ചേട്ടാ, സ്വാഭാവികമായിട്ട് എങ്ങനെയുണ്ട് ഇവിടെ? പുതിയ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ ചൂടൊക്കെ ഇങ്ങനെ കൂടുകയാണ്. നമുക്ക് ഈ സമയം ഒരു 9 എന്നുള്ള ഒരു ക്രമീകരിച്ചൂടെ? രാജേട്ടൻ നേരത്തെ പറഞ്ഞു. നമുക്കിതിൻ്റെ സമയക്രമീകരണം എന്ന നിർദ്ദേശം വളരെ സ്വാഗതാർഹമായ നിർദ്ദേശമാണ്. തീർച്ചയായും 4-ാം തീയതി അത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകും. മറ്റൊന്ന്, ഇങ്ങനെയൊരു ഓപ്പൺ സൂ, നമ്മൾ മൃഗശാലകൾ അതെ, ഈ ഓപ്പൺ സൂ എന്ന് പറയുന്ന സങ്കല്പം വളരെ അപൂർവമാണ്. ആ സങ്കല്പമാണ് തൃശ്ശൂരിലെ പുത്തൂരിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു റവന്യൂ മിനിസ്റ്റർ കെ. രാജൻ. ഗവൺമെന്റിനാണ്. പക്ഷേ അതിൻ്റെ അതെ, പൂർണ്ണമായും അതിൻ്റെ കാരണക്കാരൻ ഭൂതൻ എന്ന നല്ല വാക്ക് ഏതാണെന്ന് വെച്ച് ഉപയോഗിച്ചോ. പക്ഷെ രാജന്റെ ഈ ശുഷ്കാന്തിയോടുകൂടിയ പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ നീണ്ടു മറ്റു പദ്ധതികളെ പോലെ പോകുമായിരുന്നു എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. എല്ലാവിധ ആശംസകളും. വളരെ സമയബന്ധിതമായി ശ്രീകുമാരനാണ് പുത്തൂർ പാർക്കിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.